എങ്ങനുണ്ട് വണ്ടിയുടെ അവസ്ഥ? അടിയിൽ വരെ തെളി നിർത്തി. ഉച്ചക്ക് 1 മണി സമയം നല്ല അടിപൊളി സദ്യ കഴിച്ചാലോ? സദ്യ കഴിക്കാം. എന്നാ കേറിയിരുന്നോ, അണ്ടാവിരുന്ന് കഴിക്കാം. ഇന്ന് രാവിലെ 6 മണിക്ക് എണീറ്റ് ആലപ്പുഴ പോവാം, ആമ്പല് കാണാന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നേ. ഇപ്പൊ ആമ്പലും ഇല്ല, ആമ്പലില്ല. അപ്പൊ എന്തായാലും രാവിലെ ഉറക്കം എണീക്കാൻ പറ്റിയില്ല. ഇന്നലെ രാത്രി വർക്ക് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത്. അപ്പോ നമ്മൾ നേരെ എറണാകുളത്തേക്കുള്ള ഒരു യാത്രയിലാണ് സുഹൃത്തുക്കളെ. അപ്പോ നമുക്ക് ഊണ് കഴിക്കാം. എത്ര നാളായി ഇങ്ങനൊരു സദ്യ കഴിച്ചിട്ട് ഇല്ലേ? കറക്റ്റ് സദ്യ, സദ്യ അടിപൊളിയുണ്ട്. എന്തോരം കറി ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല, കുറെ ഐറ്റം ഉണ്ട്. കല്യാണം ഒന്നും ആരും കഴിക്കുന്നില്ലേ? കല്യാണം അതാ അടിപൊളി കേട്ടോ. എല്ലാ ഐറ്റം ഉണ്ട് ഗൈസ്. പരിപ്പും പപ്പടവും. ഇത്ര നാളെന്നറിയോ ഈ സദ്യ കഴിച്ചിട്ട്. ഫുഡൊക്കെ കഴിച്ചു. അയ്യോ, എനിക്ക് ഒന്നിനും വയ്യാട്ടോ. ഈ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ ഒരു മയക്കം, അത് നിർബന്ധമാണ്. സീറ്റ് റിക്ലൈൻ ചെയ്തത് നമ്മളെ ഫോർച്യൂണറിൽ നല്ല ഉറങ്ങിക്കിടന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് ഇപ്പം കാണിച്ചു തരാം കേട്ടോ. സോ ഫോർച്യൂണർ ഉള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ട്രിക്ക് എല്ലാവർക്കും മേ ബി അറിയായിരിക്കും. ട്രിക്കൊന്നുമല്ല, പക്ഷെ ഞാൻ ഇപ്പോഴും അറിയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവട്ടെ, ഞാൻ സാധനം കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും സദ്യ ഔട്ട് ഓഫ് 10 ഗൈസ്. സീരിയസ്ലി കുറേ നാൾ കഴിക്കാതിരുന്നിട്ട് കഴിച്ചുകൊണ്ടാണെന്ന് അറിയത്തില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളി. എല്ലാം പായസം ആയാലും എന്തോ ആയാലും. എനിക്ക് പായസമൊന്നും ഞാൻ അങ്ങനെ കഴിക്കാത്തയാവും. സർവീസ് നല്ല സർവീസ്. അപ്പോൾ എല്ലാം ഒന്നിനൊന്നും മെച്ചം. സംഭവം സിമ്പിളാണ്. നമ്മൾ ആദ്യം നമ്മുടെ ഈ ഒരു ഹെഡ് സപ്പോർട്ട് റിങ് റിമൂവ് ചെയ്തെടുക്കണം. അതവിടെ കിടക്കട്ടെ. അടുത്ത റിക്ലൈം ബട്ടൺ ഞെക്ക്. ഈ പരിപാടി എന്ന് പറയുന്നത് നമ്മളിത് ഫ്രണ്ടിലോട്ടാണ് എഡ്ജ് തട്ടി. ഇനി ഫ്രണ്ടിലോട്ട് പോകത്തില്ല. ഇനി നമ്മുടെ സംഭവം എന്താ അറിയാമോ? ബാക്കിലത്തെ സീറ്റുമായിട്ട് ഇത് യോജിപ്പിക്കും. ബാക്കിലത്തെ സീറ്റുമായിട്ട് നമ്മളങ്ങ് ഇതിനെ സംയോജിപ്പിക്കും. അപ്പോൾ ഇതാണ്ട നമ്മളിത് ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടുത്തെ സീറ്റ് റിക്ലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അമ്മയ്ക്കും മോന് സുഖമായി ഉടങ്ങാം. കേറിക്കോ. ഇത്രയുള്ള പരിപാടി. നമ്മൾ ലോങ് ഒക്കെ യാത്ര പോകുമ്പം ഇത് ഭയങ്കരമായിട്ട് യൂസ് ആവും കേട്ടോ. എന്നാ അമ്പു എക്സൈറ്റഡ്. അവൻ അറിയാം എങ്ങനെ കിടക്കാൻ. അവന് ഇഷ്ടമാണ് അങ്ങനെ. സെറ്റല്ലേ? അതെ കണക്ക് തന്നെയല്ലേ? സുഖല്ലേ? കാല് നമുക്ക് ഇവിടെ നീട്ടി വെക്കാം. അവൻ ബാക്ക് അടി. അവനെ വിളിക്കണ്ട. അവൻ വന്നു കഴിഞ്ഞു. അമ്പു വന്നു കഴിഞ്ഞു. പിന്നെ അവനും കൊണ്ടുകൂടെ ഇരിക്കാൻ. ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോ എവിടെ പോവാ? അച്ഛൻ മടക്കോടെയുന്നു. അച്ഛൻ മഴയുന്ന ഇടങ്ങാണ്. നമ്മൾ ഇടങ്ങത്തില്ല അവിടെ. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കും. അത് കഴിയുമ്പോ ഒരൊറ്റ അലറക്കം കേൾക്കാം. അപ്പൊ എടുത്തോളാം. കൈ തന്ന്. അയ്യോ, അതെനിക്ക് എടുക്കാനും പറ്റില്ല. ഒന്നുകൂടെ കൈ കൂടെ ഏട്ടാ. മുട്ട് 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 മൂട്ടേ.
മുട്ട് മുട്ട് അമ്മയ്ക്ക് മുട്ട് 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 മുട്ടേ. അയ്യാ മുട്ടേ. ഞാൻ പേടിച്ചു വെച്ചെങ്കിൽ മുട്ടിക്കും കേട്ടോ. എടുത്തോ ഗൈസ്. ഐലൻഡ് ഗൈസ്, ഐലൻഡ്. എന്നാലും അങ്ങനെ പറയുന്നത്. വയലായിട്ട വെള്ളം കേറിയപ്പോ അടിപൊളിയല്ലേ. പക്ഷേ ആലപ്പുഴ എത്തി. ഒരു താറാവിനെയും കൂടി പിടി, കുരുമുളക് ഇട്ട് അടി അടി. പെരട്ട്. ഇതിന്റെ ഉടയനാരായിരിക്കും? ഇത്രയും താറാവിന്റെ ഒരാളായിരിക്കും. ആ വീട്ടുകാരായിരിക്കും. ആ വീട്ടുകാര് ഇതിന് തീറ്റയൊന്നും കൊടുക്കണ്ടല്ലോ. ഇതിനെങ്ങനെ പിടിക്കും കേട്ടാ? തുറന്നങ്ങ് ഇട്ടേക്കുന്നത്. അതൊക്കെ അറിയാം. സ്കൂളിലോട്ട് നമ്മള് വീട്ടിൽ പോകുന്ന ഇത് തിരിച്ച് വീട്ടിൽ പോയിട്ട് നമുക്ക് പോയാൽ മതി കേട്ടാ. ശരി, അങ്ങോട്ട് ഇറങ്ങി ഞാൻ പോകും. വീട് എന്നിട്ട് വെള്ളം കേറുമ്പോ മുങ്ങണം. വെള്ളം കേറുമ്പോ അത് ബുദ്ധിമുട്ടുള്ളവർക്കേ അത് മനസ്സിലാവും. ആലപ്പുഴ തന്നെ വെള്ളം നമ്മളിങ്ങനെ അടിപൊളി എന്നൊക്കെ പറയാം. നമ്മളെപ്പോഴും കാണുന്നില്ലല്ലോ ഇവിടെ ബുദ്ധിമുട്ടാ. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. കാണാൻ ഭംഗി മാത്രമല്ല. എല്ലാം നമുക്ക് ശരിയാക്കണം. എല്ലാം ശരിയാക്കണം കേട്ടാ. എല്ലാം ശരിയാക്കണം. നമുക്ക് എല്ലാം ശരിയാക്കാം. എങ്ങോട്ടോ വഴി കണ്ടപ്പോ അങ്ങോട്ട് കുറച്ച് പാട വരമ്പുകൾ കണ്ടു, ചെളിയും കണ്ടു. അപ്പൊ അങ്ങോട്ട് ഡ്രൈവ് ചെയ്യാന്ന്. സൂപ്പർ അല്ലേ? അല്ലെങ്കിൽ ആലപ്പുഴ, വൈക്കം, ആ സൈഡൊക്കെ അടിപൊളിയാട്ടോ. നമ്മളിപ്പോ വൈക്കം സൈഡിലാണുള്ളത്. വൈക്കം സൈഡില് ആരെങ്കിലും ഉണ്ടോ നമ്മളെ വീഡിയോ കാണുന്ന? വൈക്കം സൈഡിലൊക്കെ കമന്റ് ചെയ്യണം. നമ്മൾ വൈക്കം വഴിയാ വന്നത് കേട്ടോ. അടിപൊളി റോഡ്, സൂപ്പർ. എറണാകുളം പോയിരുന്നു. എറണാകുളം പോയിട്ട് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അവിടെ മുട്ടം കുഴിയാട്ടോ. കൂടുതലാണ് ഓരോ കുഴിയും നല്ല അടിപൊളി കുഴി. ഇവിടെ എനിക്ക് വേറെ വണ്ടി വരത്തില്ല കേട്ടോ. കാരണം അതെനിക്ക് വണ്ടി ഇറങ്ങുമ്പോ അറിയാം. നല്ല പൊതഞ്ഞു പോന്നു അവിടെ. നമ്മളെവിടെ അമ്പു നമ്മളെവിടെ? പാടം, നെല്ല്, കൊക്ക് എല്ലാം ഉണ്ട്. അമ്മ പിടിച്ചിരുന്നോമ്മ. നല്ല രസമല്ലേ ഇവിടെ? നല്ല രസമുണ്ട്. അവിടെ പോവല്ലോ. ആർക്കും വീട്ടിൽ പോകുന്ന പോലെ ഉണ്ടല്ലോ. അവിടെ പോവാ. അങ്ങനൊന്നുമില്ല, നമ്മക്ക് പോവാം. റോഡ് തീരുന്നവരെ പോവാം. ശരി. എന്റെ വണ്ടി മൊത്തവും കുളമായി വൃത്തില്. അയ്യേ, കാട്ടത്തൊളിയായിരുന്നു കേട്ടോ. ഇപ്പം വരുന്ന വഴിക്ക് മൊത്തം തൊളി. പക്ഷെ അടിപൊളി സ്ഥലം കേട്ടോ. സെറ്റ്. നമ്മളിപ്പോ കുമരകമാണ്. കുമരകം. നീ എന്റെ കൂടെ ഉടക്കുവായിരുന്നു. നീ എറണാകുളത്ത് ഉറങ്ങി ഉറക്കുവാ. ഇപ്പഴാ എണീക്കുന്നേ. നമ്മളിപ്പോ എവിടാ അണ്ണാ? എന്തുവായി നോക്കുന്നേ? ആളെയായി നോക്കുന്നേ? കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ട് തിരിച്ചു വരാം. സന്തോഷം നോക്കിക്കേ. വ്യൂ കണ്ട അപ്പ ഡ്രോൺ പറത്തണം അല്ലേ ഏട്ടാ? നമുക്ക് ഈ കിളികളൊക്കെ കാണുന്ന കാഴ്ച നമുക്കും കാണണ്ടേ? ബ്യൂട്ടി. അവരുടെ കാഴ്ച എന്നൊക്കെ പറയുന്ന അടിപൊളിയായിരിക്കും. പിന്നെ പരുന്തിന് മുകളിൽ പറക്കുന്ന എന്തോ ഒരു സാധനം ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഏറ്റവും ഹൈറ്റിൽ പറക്കുന്ന ആണോ? പക്ഷെ ഒരുപാട് ഹൈറ്റ് ആയ ഒന്നും കാണാതെ പോകും. ഒരു ഫീനിക്സ് പക്ഷി, അത് ഒരുപാട് ദൂരം പറക്കുന്ന പക്ഷിയാണ്.
അമ്പോയ് കിടക്കട്ടെ. എങ്ങനുണ്ട് വണ്ടിയുടെ അവസ്ഥ ഏട്ടാ? ഞാൻ വിചാരിച്ചു നീ എന്റെ ദേഹത്ത് ചെളി നിർമ്മിച്ചെന്ന്. അമ്മ വീടില്ലേമോ? ഇല്ല, വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടാ, സെറ്റായിരുന്നു. നീ വലുതാ ഇങ്ങനെ കാണിച്ചോ? ഞാൻ വിചാരിച്ചു എന്റെ ദേഹത്ത് നീ തെറിപ്പിച്ച്. നീ വീഡിയോ ഒന്ന് കണ്ടു നോക്കുവാൻ. അങ്ങനെ വണ്ടി വൃത്തിയായി ഗൈസ്. കൊട്ട ഹൗസിംഗിലൊക്കെ ഈ കനത്തിൽ ചെളി കട്ട. പിന്നെ അതുപോലെ പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കണ്ടത്തി ഇറക്കി. ഞാൻ ആദ്യമായിട്ട് നമ്മൾ വണ്ടി വാങ്ങിച്ചിട്ട് അങ്ങനത്തെ ചെളിയിലേക്ക് ഇറക്കുന്നത്. അപ്പൊ എന്തായാലും വണ്ടി കഴുകി വൃത്തിയാക്കി. കാരണം ഇത് ഉണങ്ങി കഴിഞ്ഞാൽ ഇത് കേറി എല്ലാം കൂടി കേറി കട്ടായി പോകും. അപ്പോഴേ അങ്ങ് കഴുകി. അപ്പൊ കർക്കിടക മാസം, കർക്കിടകം എന്ന് പറയുന്ന വാവല്ലേ? കർക്കിടക വാവ്. ഓ ഇന്ന് വാവാണ്. അപ്പൊ അതിന്റെയാണ് കർക്കിടക മാസം പറയുന്നത്. നമുക്ക് നമ്മൾ ഇല്ലിക്കൽ ഗല്ലെത്തി. ഇല്ലിക്കൽ ഗൽ കല്ല് പറയുന്നത് ഇല്ലിക്കൽ. സോറി, ഇല്ലിക്കൽ ഗല്ലല്ല, ഇല്ലിക്കൽ. ഇല്ലിക്കൽ ഗൽ മൂന്നാറാണ്. ഇത് ഇല്ലിക്കൽ, വെറും ഇല്ലിക്കൽ. ഇവിടാണ് നമുക്ക് താമര വിരിച്ചേ, ആമ്പല് വിളിയും ഇല്ലേ മൃദുലെ? അയ്യോ എനിക്കൊന്നും കാണുന്നില്ല. സ്ഥലമില്ലടി മൃദുലെ. നമ്മള് ഒരു ചെറിയ പാലത്തിൽ കൂടെ പോകുന്നേ. എനിക്ക് പേടിയാവുന്നുണ്ട്. അത് നല്ല ഒഴുക്കുള്ള വെള്ളം അടിയില് കാണുന്നില്ല. എനിക്കൊന്നും കാണുന്നില്ല. പോട്ട് ഈ സ്ഥലത്താണ് 360 ക്യാമറയുടെ ഏറ്റവും അത്യാവശ്യം. അയ്യോ കറക്റ്റ് ഈ വണ്ടി വരാനുള്ളതേ ഉള്ളൂ. കറക്റ്റ് ഈ വണ്ടിയുടെ വീതി. പക്ഷെ ഇവിടെ നോക്കി നല്ല വ്യൂ ആണ്. നല്ലൊരു ആല്, നല്ല റോഡ്. നീ ആ പാലം ഒന്ന് കാണിക്ക. നമ്മള് വന്ന പക്ഷെ അവിടെ എഴുതി വെച്ചേക്കുന്ന ലോറിയും വലിയ വണ്ടികളൊന്നും ഇതിൽ കൂടെ പോരുതെന്ന്. കാറല്ലേ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന ടൈപ്പ്. ചെന്ന് കേറുന്നത് ഒരു പടിയും സെറ്റ്. അത് ചേട്ടാ ഇത് ഇവിടെ വരെ ഉള്ളട്ടാ വഴി. ഇപ്പം കഴിവതേ ഉള്ളു കുട്ടി. ചെളി ഏത് വഴിയടി മുതലേ? ഞാൻ എന്തിന് കഴിവി? ഞങ്ങൾക്ക് പാട് വീട് വേണം. ഞങ്ങള് ഉടുപ്പൊക്കെ മാടി ചിന്താനാ ടീച്ചു വരണങ്ങള് പോലെ തന്നെ കേട്ടോ. രാവിലെ വന്നിരുന്നേ പൂ കാണാറുണ്ട്. 10 മണിക്ക് മുമ്പ് പറഞ്ഞു ഇല്ല ചേട്ടാ? നമുക്ക് അറിയായിരുന്നു. ഞാൻ വിചാരിച്ചു ഈവനിങ് ആകുമ്പോ 5 മണിയൊക്കെ ആകുമ്പോ ഇതില്ല. രാത്രി പോയി. ഇനി 8 മണിക്ക്. ഇനി ആദ്യമായി ബോട്ടിങ്. അത് ഫസ്റ്റ് ബോട്ടിങ് അല്ലേ? ഫസ്റ്റ് ബോട്ടിങ്. വെള്ളം എടുപ്പിക്കുന്നു. അടിപൊളി. നമ്മളിനി വീണാലും പ്രശ്നമില്ല. ആഴമില്ല ഇവിടെ, വയലാ. ഇത് കുറച്ച് കഴിയുമ്പോ 2 മാസത്തേക്ക് കഴിയുമ്പോ ഈ പൂവൊക്കെ അവര് നശിപ്പിച്ച് കളയും.
എല്ലാ വർഷവും ഇങ്ങനെ ആയിരിക്കും ഇവിടെ? മഴക്കാലം ആകുമ്പോ ഫുള്ള് വേണ്ട പിടിച്ചത് വരുവോ? അമ്മയും മോനും കൂടി തർക്കമാണല്ലോ പൂവൊക്കെ പിടിച്ച് 2-3 ഫോട്ടോ എടുത്തേട്ടോ. നല്ല ഫോട്ടോ കൊള്ളാം കേട്ടോ. ഞാൻ ആലോചിച്ചു പൂവും കൂടി വിരിഞ്ഞിരുന്നെങ്കിൽ ഇത് കാണാൻ എന്നാ ഭംഗിയായിരുന്നു. നമുക്ക് ഒരു ദിവസം പറഞ്ഞു, എന്തായാലും പറഞ്ഞു. എന്നാ പിടിച്ചോ. ചേട്ടൻ പിടിച്ചണക്കെ വേണ്ടേ. എങ്ങനെയുണ്ട് പ്ലോട്ട്? സൂപ്പറാണോ? പോയി അയ്യോ എണ്ടിനോഫായല്ലോ. അയ്യടി എനിക്ക് മയ്യെന്നെ. നിനക്ക് നീന്താനും അറിയത്തില്ലല്ലോ. ഈ വെള്ളത്തിൽ വീണാലും നീ വെള്ളം കുടിക്കും. അമ്പു നീ എന്തോ അമ്പു ഇങ്ങോട്ട് നോക്കിയേ. നീ എന്തോ വിശ്വസിച്ച അമ്മയുടെ കയ്യിൽ ഇരിക്കുന്ന അമ്മയ്ക്ക് നീണ്ട അറിഞ്ഞൂടാ. ചിരിക്കുന്നു. ഇതിന്റെ ഇടയിൽ വേറൊരു സെപ്പറേറ്റ് ഒരു ഡിഫറെന്റ് പൂവായിട്ടാ. അല്ല ഇത് ഇതുണ്ടോ? ഇതെന്തോ ഇതിന്റെ അടിയിലൊരു ഫംഗസ്. ഒരു ചെടി പായലല്ലേ. താറാവ് കറി. താറാവ് കറി പറഞ്ഞിട്ടുണ്ട്. നമ്മളതിന് അടുത്ത് തന്നെ ഉള്ളൊരു ഷാപ്പിൽ കയറി കേട്ടോ. മീൻ കറി ഉണ്ടല്ലോ. ഈ പുളിമുളക് കറി അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമായി. ചുവി ചാറ് വേണം, സാധനം കുഴയണം. ചൂടാട്ടോ. സെറ്റപ്പോ നമുക്ക് ഈ താറാവ് കറി കൂട്ടി. താറാവ് എല്ലാം ചൂടാണ്. ഒരു പീസും കൂടെ എടുത്തത്. അത് ടേസ്റ്റില്ല. ഇത് കുറച്ചും കൂടി കളർ കുറവാ. പക്ഷേ എരി നല്ല എരിയുണ്ട്. നല്ല ടേസ്റ്റ്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അത് എനിക്ക് താറാവ് കറി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല താറാവ് കറി. അത് പിന്നെ വരാൻ നല്ല സോഫ്റ്റാണ്. എനിക്ക് താറാവ് കറി ഇഷ്ടപ്പെട്ടു. താറാവ് അപ്പവും കിട്ടിയില്ല. നമുക്ക് ഇടിയപ്പമായിരുന്നു. പക്ഷെ അപ്പം താറാമുട്ടയ്ക്ക് 10 രൂപ അല്ലേ? 10 രൂപ. നമ്മുടെ അവിടെ ഇങ്ങനെ വലിയൊരു 12 രൂപ ഇങ്ങനെ ഒരു വാങ്ങിക്കും. നമ്മളവിടെ നാടൻമുട്ടയ്ക്ക് 10 രൂപ. താറാമുട്ട വാങ്ങിച്ചു. അമ്പോട്ടിന് താറാമുട്ട കൊടുക്കല്ലോ. തണുപ്പാ താറാമുട്ട. ഞാൻ അമ്പോട്ടൻ കാര്യം പറയും. ഫോൺ എടുക്കുമ്പോഴേ ഈ കാറ്റാ. ഇത് എവിടെ നിന്നൊക്കെ കാറ്റ് വരുന്നെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. വള്ളത്തേക്ക് എറിച്ച് ഇതുപോലായിരുന്നു. പാട്ട് സ്വന്തമായിട്ട് പാട്ടും പാടി ഇരിക്കുവായിരുന്നു. അവൻ സെൽഫ് ലവ് ആകുമ്പോ സെൽഫ് ലവ് സ്വന്തമായിട്ട് വൈബ് ചെയ്യും. വേറെ ആരും കളിക്കാനൊന്നും വേണ്ട, കളിപ്പിക്കാൻ വേണ്ട. അവൻ സ്വന്തമായിട്ട് തന്നെ എൻജോയ് ചെയ്തു. എൻജോയ് ആണ്. എന്തുവാ കാര്യം പറയുന്നത്? ആരെടുത്ത കാര്യം പറയുന്നത്? എന്തുവാ വണ്ടി ഓടിക്കുന്നു? അച്ഛനാണെങ്കിൽ ഉടക്കം വരുന്നു. നീ ഇച്ചിരി പെണ്ണ് വണ്ടി ഓടിക്കുന്നു. തോർത്തെടുത്തൊന്ന് ഇറങ്ങണം. 2 സൈഡിലും വെള്ളമാണ്. ഇടി ഇവിടെ വയലാണല്ലേ? വയലാണ് എല്ലായിടത്തും. പക്ഷെ വെള്ളം കയറി കിടക്കുന്ന ആറ് പോലെ കിടക്കുന്നു. സത്യം ഇവര് കൃഷി ഇറക്കിയിട്ടേ പിന്നെ മഴ പെയ്ത് എന്തൊരു നഷ്ടം വരൂല്ലേ?
അങ്ങനെയാണ് ഓരോ കർഷകർക്ക് ആത്മഹത്യ നമ്മൾ കേൾക്കുന്നത്. മടുത്ത് അവര് വേറെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ ലോണും കടമൊക്കെ എടുത്തിട്ടായിരിക്കും കൃഷി ഇറങ്ങുന്നത്. ഇതിനൊക്കെ വെള്ളം വന്നു കഴിഞ്ഞാൽ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. എത്ര ഏക്കർ പോകല്ലേ. രാവിലെ മഴ, വൈകിട്ട് മഴ, ഉച്ചയ്ക്ക് മഴ. ഇന്ന് വെയിലെന്ന് പറയുന്ന സാധനം കണ്ടിട്ടേ ഇല്ല. ചാറ് 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 അത് എപ്പോഴും ഇടുമല്ലോ. എത്ര നേരമായി തുടങ്ങിയിട്ട്. ഞങ്ങളെല്ലാം എടുത്ത് അപ്പൊ ഗൈസ്, നമ്മുടെ ഈ ഒരു വ്ലോഗും വൈൻഡ് അപ്പ് ചെയ്യുന്ന സുഹൃത്തുക്കളെ ഒരു കുട്ടി ട്രിപ്പായിരുന്നു. ആക്ച്വലി നമുക്ക് എറണാകുളത്ത് പോയിട്ട് വലിയ ആവശ്യം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി പോയതാണ്. പോകുന്ന വഴിക്ക് നമ്മൾ ഇവിടെ കൂടെ കയറിയതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇതിനു വേണ്ടി ഒരു ദിവസം വരണം താമര പൂക്കുന്ന കാണാൻ വേണ്ടി അല്ലേ. സോ അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലുള്ള ബൈ.